കുറച്ചും കൂടി നേരം വൈകിക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഒരു മയ്യത്ത് ഇവിടെ കാണാറുള്ളൂ. രാവിലെ എന്നെ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയാണ് എൻ്റെ കെട്ടുവിൻ്റെ ഫോണിൽ ലോക്ക് ഉണ്ടാവും, തുറന്നു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് വരാം, കുറച്ച് അടുക്കള പണിയുണ്ട്, കുറച്ച് ഉപ്പേരും കുറച്ച് പരിപ്പ് കളിക്കാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാൻ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു അതെന്താ ഇപ്പോൾ വന്നാൽ ഇപ്പം ഒന്ന് വന്നൂടെ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് മുട്ടിക്കണതല്ലോ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുളി നനയൊക്കെ പിന്നൊക്കെ കാക്കാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് വണ്ടി എടുത്തുകൊണ്ട് ഊരിപ്പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കെട്ടിയവനോട് ലോക്ക് വെച്ചപ്പം കെട്ടിയവൻ ലോക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ പെണ്ണെന്ത് ചെയ്തിരിക്കണ കത്തി ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ കൂട്ടാനക്കാരിയുടെ കത്തി ഉണ്ടല്ലോ, ആ കത്തി മൂർച്ചും കൂട്ടുന്ന ഒരു സാധനം ഉണ്ട്. ആ സാധനം വെച്ച് കുത്തിയാനോട് ഓട്ടാക്കിക്കണ ഈ തള്ള ഈ ഫോണ്. കുറച്ചേരം കൂടി ഞാൻ നേരം വെക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ, മിക്കവാറും ഇയാളെ ഷവർമാക്കോലുമ്പോൾ കയറ്റുമായിരുന്നു. എന്നിട്ട് നോക്കിയാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ, എന്ത് അവസ്ഥ. ഞാൻ തമാശയിലിട്ട് പറയണത് എല്ലാ അവനവൻ്റെ ഫാമിലീസിൽ നോക്കിയാൽ മതി. ഫോണും ഏറ്റവും കൂടുതൽ അടി കൊള്ളുന്നതും ഇടി കൊള്ളുന്നതും തൊഴി കൊള്ളുന്നതും ഒക്കെ ഈ ഫോൺ തന്നെയാണ്. പാവം ഫോൺ. അപ്പം ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ നന്നാക്കാണ്ടെന്ന് വെച്ചെങ്കിൽ എൻ്റെ ബയോയുള്ള നമ്പറിൽ എന്ത് ചെയ്താൽ നിങ്ങൾ മെസ്സേജ് അയച്ചു, ഞാൻ വന്നിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് നന്നാക്കാൻ പറ്റുന്നതാണെങ്കിൽ നന്നാക്കാം. അടിയും പിടിയൊക്കെ കൂടുമ്പോൾ മെന്നൊന്ന് മനസ്സിൽ ധ്യാനിക്കുക, ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിട്ട് അടി കൂടിക്കോളി. ഓക്കെ.